കളിച്ചും രസിച്ചും പഠിക്കാൻ LKG, UKG കുട്ടികൾക്ക് മികച്ച ക്യാമ്പസ്. നമ്മുടെ കുട്ടികളുടെ ശോഭനമായ ഭാവി ഉറപ്പാക്കാൻ പൂക്കോട്ടുംപാടത്തെ ഏക ശിശു സൗഹൃദ വിദ്യാലയം പൂക്കോട്ടുംപാടം AUP സ്കൂളിൽ ചേർക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് കോൺടാക്ട്. നിലമ്പൂരിൽ UDFന് വിജയം ഉറപ്പെന്ന് ഷാഫി പറമ്പിൽ MP. ഏത് എതിരാളി വന്നാലും ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ കഴിയുമെന്നും കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഫലം നിലമ്പൂരിൽ ഉണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഏത് എതിരാളി വന്നാലും ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ കഴിയും. കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന റിസൾട്ട് നിലമ്പൂരിൽ ഉണ്ടാകുമെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. ആശാവർക്കർമാരുടെ സമരം, ദേശീയപാതയുടെ തകർച്ച എന്നിവയെല്ലാം ജനങ്ങൾ വിലയിരുത്തുന്നുവെന്നും ഇത് UDFന് അനുകൂല രാഷ്ട്രീയ സാഹചര്യം ഒരുക്കുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. രാഷ്ട്രീയ പോരാട്ടം നടന്നാൽ അതിന്റെ ഏറ്റവും വലിയ ഗുണം ലഭിക്കുക UDFനാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. CPM പ്രവർത്തകർക്ക് പോലും അംഗീകരിക്കാൻ കഴിയാത്ത അഴിമതി നാട്ടിൽ നടക്കുന്നുണ്ടെന്നും ദേശീയപാതയുടെ തകർച്ച പോലും ജനങ്ങൾ വിലയിരുത്തുമെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. അല്ല, ഞങ്ങൾ അങ്ങനെ ഒരു സെറ്റിൽമെന്റിലല്ല. ഞങ്ങളുടെ പൊളിറ്റിക്സ് വളരെ ക്ലിയർ ആയിട്ട് ഞങ്ങളുടെ നേതാക്കന്മാർ പറഞ്ഞല്ലോ. UDFന്റെ ജയം ഇവിടുത്തെ ജനത ആഗ്രഹിക്കുന്നു. അത് നിലമ്പൂരിലെ ജനങ്ങൾ മാത്രമല്ല, കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ അസസ്മെന്റ് അതാണ്. അപ്പൊ അതുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ആരെയും ഞങ്ങൾ നിസ്സഹകരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പൊ UDF ഒരു സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നു. ആ സ്ഥാനാർത്ഥിയെ UDF പറയുന്ന രാഷ്ട്രീയത്തെ അംഗീകരിക്കുന്ന ആരുമായിട്ട് നിസ്സഹകരിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. അത് സഹകരിക്കണോ വേണ്ടേ എന്നുള്ളതൊക്കെ അവർ തീരുമാനിച്ചറിയിക്കുന്ന ഉചിതമായ തീരുമാനം ഉണ്ടാവുന്ന UDF നേതൃത്വം കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞല്ലോ. അല്ല, ഈ തെരഞ്ഞെടുപ്പിൽ എതിർ സ്ഥാനാർത്ഥി ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് മത്സരത്തിന് ഇറങ്ങിയ ആളുകളല്ലേ ഞങ്ങൾ. എതിർ സ്ഥാനാർത്ഥി ഉണ്ടാവും, എതിർ സ്ഥാനാർത്ഥിയുടെ മത്സരമൊക്കെ ഉണ്ടാവും. അതിനെല്ലാം അതിജീവിക്കാൻ കഴിയാവുന്ന രാഷ്ട്രീയ സവിശേഷതകൾ നിലമ്പൂരിലും കേരളത്തിലും ഉണ്ട്. എതിരാളി ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് ഈ തെരഞ്ഞെടുപ്പ് ജയിക്കാന്ന് ആഗ്രഹിച്ചവരല്ല. ഏത് എതിരാളി വന്നാലും ഈ തെരഞ്ഞെടുപ്പ് ജയിക്കാൻ കഴിയുമെന്നുള്ള തികഞ്ഞ ശുഭാപ്തി വിശ്വാസത്തിലും ആത്മവിശ്വാസത്തിലും തന്നെയാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾ നടത്തിയത്. ഞങ്ങൾ സ്ഥാനാർത്ഥി നിർണയം നടത്തിയതിനു ശേഷം ഞങ്ങളുടെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു. അത് ഗ്രൗണ്ട് ലെവലിലേക്ക് ഞങ്ങൾ ഇറങ്ങി തുടങ്ങി. ഞങ്ങൾക്ക് ഇവിടുത്തെ ജനങ്ങളുടെ ഫീഡ്ബാക്ക് കിട്ടുന്നുണ്ട്. കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന റിസൾട്ടോടെ ഉണ്ടാവും. ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ ഇനി ചർച്ച ചെയ്യാൻ പോകുന്നത് ഇപ്പോഴെങ്കിലും ഒരു പൊളിറ്റിക്കൽ ഫൈറ്റിലേക്ക് കാര്യങ്ങളെ പറ്റിയുള്ള ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, ചോദിക്കാൻ തുടങ്ങിയല്ലോ. അറ്റ്ലീസ്റ്റ് ഞാൻ ചോദിക്കുന്ന ഈ കേരളത്തിലെ ആശാ വർക്കർമാർ നടത്തുന്ന സമരത്തിന്റെ അവസ്ഥ എന്താ? അത് ഈ നിലമ്പൂരിലെ ജനങ്ങൾ ചിന്തിക്കില്ല എന്നാണ് നിങ്ങൾ കരുതുന്നത്? CPM പ്രവർത്തകർക്ക് പോലും അംഗീകരിക്കാൻ കഴിയാത്ത അഴിമതി നാട്ടിലുണ്ടാകുന്നു. ദേശീയപാതയുടെ തകർച്ച പോലും ജനങ്ങൾ വിലയിരുത്തും. കേരളത്തിലെ മുഴുവൻ ജനങ്ങളും UDFന്റെ ജയം ആഗ്രഹിക്കുന്നുണ്ടെന്നും ജനങ്ങൾ തങ്ങൾക്ക് അനുകൂലമാണെന്നും അദ്ദേഹം ആവർത്തിച്ചു. ഭരണം മാറണമെന്നാഗ്രഹിക്കുന്ന CPMകാർ പോലും ഉണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. UDFുമായി സഹകരിക്കുന്ന എല്ലാവരുമായും ചേർന്ന് മുന്നോട്ടു പോകുമെന്നും അൻവർ തീരുമാനിച്ചാൽ UDFനൊപ്പം ഉണ്ടാകാമെന്നും ഷാഫി പറമ്പിൽ സൂചിപ്പിച്ചു. UDF സ്ഥാനാർത്ഥി വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരെയും സഹകരിപ്പിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. CPMന് സ്ഥാനാർത്ഥിയെ നിർത്താനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.